ഒരു ഓർമ്മപ്പെടുത്തലാണ്. സംസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ, അവരുടെ പ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകിയ പിന്തുണയെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ. അധികാര വികേന്ദ്രീകരണം എന്നത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. കേന്ദ്രത്തിലും കേരളത്തിലും അതിനുവേണ്ട ബില്ലുകൾ പാസാക്കിയത് അതത് കോൺഗ്രസ് സർക്കാരുകളാണ്. പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ജനകീയാസൂത്രണം എന്ന ഓമന പേരിട്ട് ആ പദ്ധതി വീണ്ടും നടപ്പാക്കി. ഓരോ വർഷവും പഞ്ചായത്തിന് ലഭിക്കേണ്ട തുക ബജറ്റിൽ നിന്ന് മാറ്റി അവർക്കത് ലഭിക്കുന്നത് 3 ഗഡുക്കളായിട്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിക്കേണ്ട 2ാം ഗഡു വൈകി അവർക്ക് ലഭിച്ച് 3ാം ഗഡു ട്രഷറി പൂട്ടുന്നതിൻ്റെ തലേന്ന് എത്തിച്ച് ആ പണം അവർക്ക് ലഭിക്കാതെ വന്നു. നമുക്ക് പരിചയമുള്ള ഏതൊരു പഞ്ചായത്തിലെയും പഞ്ചായത്ത് പ്രസിഡന്റിനോടോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടോ ചോദിച്ച് ഈ കാര്യം പരിശോധിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ പ്ലാനിങ്ങിനായി വകമാറ്റിയ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചില്ല. വേണ്ട വികസന പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താനും കഴിഞ്ഞില്ല. വീണ്ടും ഇതാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വോട്ട് ചോദിച്ച് മുൻപത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും വീട്ടിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടാണ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാത്തത് എന്ന് പറഞ്ഞാൽ അവരെ സംശയിക്കേണ്ട. ഈ 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സംഭാവനയാണത്. നീതിപൂർവമായ പണത്തിൻ്റെ വിനിയോഗം നടന്നിട്ടില്ല. ഓർത്തെടുക്കേണ്ടതെല്ലാം, ഇല്ലെങ്കിൽ ഇതിലും വലുത് നമ്മൾ കാണേണ്ടി വരില്ലേ?